അന്ന് 3 ആയിരുന്നു പറഞ്ഞിരുന്നു. 3 അല്ലായിരുന്നു അന്ന്. ഒരു വ്യക്തത വന്നില്ല. അതുപോലെ അപ്പോൾ പോയപ്പോൾ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ചില സമയത്ത് യു പിയിലൊക്കെ വേണമെങ്കിൽ ഇതിൽ മെജോറിറ്റി നോൺ മുസ്ലിംസ് ആകുമായിരുന്നു. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് ലിമിറ്റ് ചെയ്തു. മാക്സിമം 3, മിനിമം 2 എന്നുള്ള ഇതിൽ അത് ഫൈനലൈസ് ചെയ്തു. അതിൽ ഭരണഘടനാ വിരുദ്ധത ഇല്ല എന്ന് അസന്നിഗ്ധമായി സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും ഭരണഘടനാ വിരുദ്ധത. അതുകൊണ്ട് ഇത് അവിടെ പെൻഡിങ് ആണെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ദാറ്റ് ഹാസ് ബീൻ ഫൈനലൈസ്. ആര് പറഞ്ഞു? കേസ് അവിടെ ഉണ്ടല്ലോ. കേസ് മാത്രമേ ഉള്ളൂ, ഈ വിഷയമില്ല. ഈ വിഷയമിൽ കേസിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. കേസ് പെൻഡിങ് ആണ്, അതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. പക്ഷേ പിന്നെ കേസ് പെൻഡിങ് വെച്ച് സുപ്രീം കോടതി ഷാക്കിർ എന്നോട് പറയൂ, നോൺ മുസ്ലിമിനെ അപ്പോയിന്റ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന്റെ ഭരണഘടനാ വിരുദ്ധത ഉണ്ടോ ഇല്ലയോ എന്ന് സുപ്രീം കോടതി പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഞാൻ നിയമം പറഞ്ഞതേ ഉള്ളൂ. even though the case is pending, this particular issue have been settled. അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസിൽ ഈ വഖഫ് ബോർഡിന്റെ പുനഃസംഘടനയെ കുറിച്ച് ഇതുപോലെ സമാനമായ കേസുകളാണ് പെൻഡിംഗ് ഉള്ളതെന്ന് പറയുന്നത്. അത് ഓരോ വിഷയങ്ങളാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെയാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്, അല്ലാതെ ഭരണഘടനാ സാധുതയല്ല. ഒരു പ്രശ്നമേ ബാക്കിയുള്ളൂ. അതായത് വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ പടച്ചവന്റെ പ്രീതി കിട്ടാൻ വേണ്ടി ദൈവിക മാർഗത്തിൽ ദാനം ചെയ്ത ഭൂമി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അത് കൈകാര്യം ചെയ്യാൻ രീതി വഖഫിൽ മാത്രം ഇങ്ങനൊരു സംഗതി, മറ്റ് മതങ്ങളുടെ കാര്യങ്ങൾ ഇതില്ല. അത് ശരിയാണോ എന്ന് സ്വാഭാവികമായും ചോദ്യം ചെയ്യും. ഈ വാദം പറയുന്ന ആളുകള്, അതായത് വഖഫ് എന്ന് പറഞ്ഞ എന്താണ്? ഗവൺമെന്റ് ഭൂമിയാണ്, ഗവൺമെന്റ് സ്വത്താണോ? അല്ലല്ലോ. അതിലേക്ക് ചർച്ച പോകണ്ട. അല്ലല്ല, മരണാനന്തരം അതിലേക്ക് ചർച്ച പോയി ഒരുപാട് പോകണ്ട. ഞാൻ അതിന് ചർച്ച കൊണ്ടുപോകുന്നില്ല കേട്ടോ. നമ്മൾ പലതവണ ചർച്ച ചെയ്താണ്. നിലവിലെ വഖഫ് ബോർഡിന്റെ താല്പര്യം അത് LDFന്റെ CPM രാഷ്ട്രീയ താല്പര്യത്തിൽ രൂപീകരിച്ചതാണ്. അത് നിലവിലെ ചെയർമാനും മെമ്പർക്കും ഒക്കെ അവർക്ക് അവരുടേതായ വ്യക്തി താല്പര്യങ്ങളുണ്ടാവും. വ്യക്തിവിരോധമോ വ്യക്തിവിരോധമോ മറ്റല്ല. നിയമപ്രകാരം ഇപ്പോഴത്തെ ചെയർമാനായ പാലിക്കുമെന്ന് ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റിന്റെ വക്കീൽ പറഞ്ഞാൽ അതെങ്ങനെ പ്രശ്നമാവുന്നത്? പിന്നെ പറയുകയാണ് മുജീബ് പറഞ്ഞു അത് അങ്ങനെയല്ല പറയേണ്ടി. പിന്നെ എങ്ങനെയാ പറയേണ്ടിയിരുന്നത്? ഞങ്ങൾ രാജ്യത്തെ നിയമം പാലിക്കൂലെന്ന് ഇത് രാജ്യത്ത് സുപ്രീം കോടതി പാസ്സാക്കി, കേരള ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ചെയ്യുമെന്നാ പറയേണ്ടത്. അതെന്താ പറയേണ്ടത്? മുസ്ലിം ലീഗിനെ ഒന്നും ചെയ്യാനില്ല, UDF സർക്കാരിനെ ഒന്നും ചെയ്യാനില്ല. ബാധകമായി കാണുന്നത് ഇവർ പ്രചരിപ്പിക്കുന്നത് ഷോൺ ജോർജിനെ ഗവൺമെന്റ് വക്കീൽ ഹൈക്കോടതി സപ്പോർട്ട് ചെയ്തു. 4 ഹർജികളുണ്ട്. ഹർജികൾ വന്ന സമയത്ത് ഓൾറെഡി ഇത് നിർമ്മിച്ചിട്ടുള്ളത് നിയമവിരുദ്ധമായിട്ടാണ്. മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. ആ മാനദണ്ഡങ്ങൾ പാലിച്ചത് അത് ക്രമപ്പെടുത്തും. അതെവിടെയാണ് ഗുണം തരൂ? ഇവർ സുപ്രീം കോടതി പോയപ്പോ അവർ തന്നെ അഫിഡവിറ്റ് കൊടുത്തു. ഞങ്ങൾ നോൺ മുസ്ലിംകളെ വെക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ബാർ കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിലേ വന്നതുകൊണ്ടാണ് അന്ന് വെക്കാതെ പോയത്. പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വന്ന ശേഷം പിന്നീട് നിയമിക്കേണ്ടത് പുതിയ UDF സർക്കാരാണ്. അവരത് വെച്ചോട്ടെ, ഞങ്ങൾ നോൺ മുസ്ലിം വെക്കുന്നത് എതിരല്ല എന്നാണ് ഈ രാജ്യത്തെ സർക്കാരിന് അല്ലെ സംസ്ഥാന സർക്കാർ ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞങ്ങൾ ചെയ്യുമെന്ന് പറയാൻ
സർക്കാരിനും പിന്നെ പറ്റില്ലായിരുന്നു. എന്താണ്? അങ്ങനെ പിണറായി സർക്കാരിനും പറ്റില്ലായിരുന്നു. അല്ല. സ്റ്റാലിൻ അല്ല നിങ്ങൾ ഒച്ച ഞാൻ കാര്യമില്ല. പറയാം. ചാക്ര ഇക്കാര്യത്തിൽ പിണറായി സർക്കാരും അല്ലല്ല ചാക്ര ഒരു കാര്യം കൂടി സമ്മതിക്കൂ. അങ്ങനെയല്ല മുജീബ് പറയട്ടെ. എനിക്ക് പറയാൻ കഴിയും. അല്ല ഒരു നിങ്ങൾ ശബ്ദം കുറയ്ക്കാൻ ഞാൻ പറയാം. അല്ലല്ല ഞാനിത് പറയുന്നതല്ലേ ചാക്ര, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം പിണറായി സർക്കാരിനും മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്കും കേന്ദ്ര നിയമം പാലിക്കേണ്ടി വരും, നിങ്ങൾക്കും കേന്ദ്ര നിയമം ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറയാം, മഞ്ജുഷ അറിയാത്തോണ്ടാണ്. 2024 നിലവിലെ വഖഫ് ബോർഡിന്റെ കാലാവധി തീർന്നിട്ടുണ്ട്. അന്ന് ഈ ബില്ല് ആക്ട് ആയിട്ടില്ല. ഇവർ 2026 ഫെബ്രുവരിയിലാണ് ഇത് രൂപീകരിച്ചത്. 14 മാസം കഴിഞ്ഞിട്ടാണ്. ഞാൻ പറയട്ടെ, 14 മാസം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാതെ, അതായത് പഴയ 95 നിയമപ്രകാരം മുത്തവല്ലിമാരെ തെരഞ്ഞെടുപ്പ് നടത്തി 2 പേര് വേണം, MLA തെരഞ്ഞെടുപ്പ് 2 പേര് വേണം, MP ഒരാൾ വേണം, ബാർ കൗൺസിൽ ഈ 6 പേരെ തെരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുപ്പിലൂടെ അന്ന് കൊണ്ടുവരാമായിരുന്നു. LDF സർക്കാർ 14 മാസം അത് വൈകിപ്പിച്ചു. എന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ കേന്ദ്ര നിയമപ്രകാരം ഇത് നടപ്പിലാക്കുകയും എന്നിട്ട് അത് വിവാദമുണ്ടാക്കാൻ നേരത്തെ PM ശ്രീയിൽ ഒപ്പിട്ട് മുങ്ങിയതുപോലെ ഇതിലും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? കടുത്ത പാതകം ചെയ്തിട്ടുണ്ട്. ഇവർ കൃത്യമായി BJP അനുകൂല നിലപാട് സ്വീകരിക്കുക എന്ന ഇപ്പുറത്ത് വന്നിട്ട് മുസ്ലിം ലീഗിനെയും നിലപാട് നിൽക്കട്ടെ. നിയമം അനുസരിച്ച് ഒരു ഗവൺമെന്റ് 2024 അവർ ബോർഡ് രൂപീകരിക്കുകയാണ്, വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുകയായിരുന്നു എന്ന് വെക്കുക. ഇപ്പോൾ നിങ്ങളുടെ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കേന്ദ്ര നിയമം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ പുനഃസംഘടിപ്പിക്കില്ലായിരുന്നു. കാലാവധി പൂർത്തിയാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കാലാവധി അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു നിയമം അറിയോ? അവിടെയൊന്നും കാലാവധി അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മുസ്ലിം ലീഗിന്റെ രണ്ട് യുവാക്കൾ കോടതിയെ സമീപിച്ചില്ലേ? മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുൻ അംഗം യൂത്ത് ലീഗിന്റെയോ ഒരാളും കോടതിയെ സമീപിച്ചിട്ടില്ല. വ്യക്തിപരമായി പോയിട്ടില്ല. ഈ ഉള്ള കാര്യമാണ് മഞ്ജുഷേ, നിങ്ങൾ ഇപ്പൊ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ട്. മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ നിങ്ങൾ ഈ ഷോൺ ജോർജിന്റെയും സ്റ്റാലിൻ ദേവന്റെയും ഒരു ക്രിസ്ത്യൻ സംഘടനയുടെയും കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റാലിൻ ദേവൻ കൊടുത്ത ഹർജിയിലാണ് നിലപാട് സ്വീകരിച്ചത്. നിങ്ങൾ പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ സംഘടനയും അവിടെ കൊടുത്തിരുന്നു. അതാണ് മറ്റു ജോർജോ സ്റ്റാലിൻ മറ്റു 2 പേരെന്നല്ല. ഒരു കേസ് കോടതി വരുമ്പോൾ അത് ഇപ്പോഴത്തെ കക്ഷി കേരള സർക്കാരാണ്. അപ്പോൾ സ്വാഭാവിക ഒരു കേരള സർക്കാരിന്റെ വക്കീലിനോട് കോടതി അഭിപ്രായം ചോദിക്കും. അപ്പോൾ വക്കീൽ പറയാണ് നിയമപ്രകാരം ഞങ്ങളത് പുനഃക്രമീകരിക്കും. സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കും. ശരി മുജീബ് താങ്കൾ പറയൂ, ഓൾട്ടർനേറ്റീവ് എന്തായിരുന്നു? സംസ്ഥാന സർക്കാർ എന്ത് പറയണമായിരുന്നു? ഇനി ഇടപെടില്ല. ശരി, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു 2ാം തരം പൗരന്മാരാക്കാൻ വേണ്ടി നമ്മളുടെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ, ആ സംവിധാനങ്ങൾ തന്നെ നിയമനിർമ്മാണങ്ങൾ നടത്തപ്പെടുമ്പോൾ ഇവിടെ നേരത്തെ ഷാക്കിർ സൂചിപ്പിച്ചു, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന്റെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്ന ആ വഖഫ് എന്നുള്ളത് നിലവിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെയോ നാഷണൽ ഹൈവേയുടെ ഭൂമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറമ്പോക്കോ ഒന്നുമല്ല. നിലവിൽ ഒരു മുസ്ലിം അവന്റെ പരലോകമോക്ഷത്തിന് വേണ്ടി അവന്റെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ അംശത്തിൽ നിന്ന് അവൻ സമ്പാദിച്ച ആ ഭൂമി എന്താണ് ഓൾട്ടർനേറ്റീവ് താങ്കൾക്ക് പറയാനുള്ളത്? മുജീബ്, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.